ശബരിമല ദർശനം നടത്തിയ കനകദുർഗയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി. ഭർത്താവിന്റെ അമ്മ മർദ്ദിച്ചുവെന്നാണ് പരാതി. തുടർന്ന് കനകദുർഗയെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ വാതിൽ തുറന്നു കിടക്കായിരുന്നു. അതിൽ ഞാൻ വീടിന്റെ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആരാ അതെന്ന് ചോദിച്ചു ഏട്ടൻ്റെ അമ്മ. ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വന്നു. നീയാണോരി എന്ന് പറഞ്ഞ് പട്ടിക എടുത്ത് വന്നിട്ട് എന്നെ ഒരുപാട് തല്ലി. എന്നിട്ട് പറഞ്ഞു പോലീസുകാരൊക്കെ വന്നിട്ട് നീ വന്നാൽ മതിയിടി, നീ ഒരുപാട് പേരെ കൂടെ കിടന്നു കൊടുത്തിട്ട് വന്നതാണ്, നിന്നെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞത്. 12 അടിയേക്ക് ഫസ്റ്റ് അടിയെ തലയ്ക്കാണ് കൊണ്ടത്. തല കറങ്ങി എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാതെയായി. എന്നാലും എന്നെ പിടിച്ച് വലിച്ച് പുറത്താക്കി വാതിലടച്ചു. ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയെ ഒന്നും കാണിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആ ഒരു ബഹുമാനത്തോടു കൂടി തല്ലൊന്നും മറത്ത് പിടിക്കുക കൂടി ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ കൊള്ളാണ് ചെയ്തിട്ടുള്ളത്. പുറത്തും കയ്യിലും തലയ്ക്കും എല്ലാം അടിച്ചിട്ടുണ്ട്. അനങ്ങാൻ വയ്യാത്ത വേദനയാണ്. എന്നാൽ അമ്മയെ കനകദുർഗയെ തള്ളിയിടുകയാണുണ്ടായതെന്ന് ഭർത്താവ് കൃഷ്ണനുണ്ണി പരാതിപ്പെട്ടു. വിവരങ്ങളുമായി അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് ഈ സംഭവം? രാവിലെ 7:30യോടെയാണ് കനകദുർഗ ശബരിമല ദർശനത്തിന് ശേഷം, വിവാദങ്ങൾക്ക് ശേഷം അങ്ങാടിപ്പുറത്തെ ഭർത്താവിന്റെ വീട്ടിലെത്തിയത്. കനകദുർഗ പറയുന്നത് ഇപ്രകാരമാണ്. രാവിലെ വീട്ടിലെത്തിയ തന്നെ വീട്ടിൽ കയറാൻ അമ്മ സമ്മതിച്ചില്ല, തന്നെ തടഞ്ഞു വെച്ചു, ചോദ്യം ചെയ്തു, ചെറിയ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഒരു പട്ടിക കഷ്ണം കൊണ്ട് അമ്മ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കനകദുർഗയുടെ പരാതി. കനകദുർഗയുടെ തലയ്ക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിക കഷ്ണം കൊണ്ടുള്ള അടിയേറ്റു. ഇതേ തുടർന്ന് അവര് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇക്കാര്യത്തിൽ അമ്മയുടെ ഭാഗം, അതായത് കനകദുർഗയുടെ ഭർത്താവും അമ്മയും പറയുന്ന വിശദീകരണം ഇപ്രകാരമാണ്. ഇവർ പരസ്പരം തർക്കമുണ്ടായി. കനകദുർഗ അമ്മയെ തള്ളിയിടുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ ഭർത്താവിന്റെ അമ്മയുടെ ഭാഗം. എന്താണെങ്കിലും കനകദുർഗയുടെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയാണ്. തലയ്ക്ക് അടിയേറ്റ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയാണ്. ശബരിമല ദർശനത്തിനൊക്കെ ശേഷം ഇവർ വീട്ടിൽ വന്നപ്പോൾ ആദ്യമായി മടങ്ങി വന്ന സമയത്താണോ ഈ സംഭവം? ഇന്ന് രാവിലെ ശരത്, ശബരിമല ദർശനത്തിന് ശേഷം ഇന്നാണ് അവർ നാട്ടിലേക്ക്, അങ്ങാടിപ്പുറത്തേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മുൻപ് നേരത്തെ അറിയിക്കാതെയായിരുന്നു ഈ വരവെന്നാണ് ഭർത്താവ് കൃഷ്ണനുണ്ണി പറഞ്ഞിരുന്നത്. അതായത് ഇന്ന് കനകദുർഗ വരുന്ന കാര്യം മുൻകൂട്ടിയൊന്നും അറിയിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ 8 മണി 7:30യോടെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. ഇങ്ങനെ കയറി വരുന്നത് അമ്മ ചോദ്യം ചെയ്തു. അമ്മ ഇവരെ തടഞ്ഞു വെച്ചു, വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു. തുടർന്ന് ഇവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ഈ തർക്കമാണ് ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് മാറിയതെന്ന രീതിയിലാണ് പരാതി, കനകദുർഗയുടെ പരാതി. എന്താണെങ്കിലും ഈ വിഷയത്തിൽ കനകദുർഗയ്ക്ക് കൂടുതൽ തലയ്ക്ക് അടിയേറ്റ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം. അതിനുള്ള സൗകര്യം പെരിന്തൽമണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മ സുമതിയും ഇപ്പോൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഉള്ളത്. ശരി അനുമോദ്.